ഇന്ന് തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. പിന്നെ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊന്ന് മൂത്ത് തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയിൽ നിന്ന് 1/2 കപ്പോളം കടലയും 3 പച്ചമുളകും 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്തി എടുത്തത് ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. കടല ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ചിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. നല്ല അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.